തൃശൂരിന്റെ രാഷ്ട്രീയ മണ്ണ് ഇത്തവണയും ഇടതുപക്ഷത്തിന് അനുകൂലമായി ചായുന്ന കാഴ്ചയാണ് ട്രെൻഡ്സ് കേരളയുടെ പ്രീപോൾ സർവേ നൽകുന്ന വിശദമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിക്കാവുന്ന തൃശൂരിൽ ജനമനസ്സുകളുടെ സ്പന്ദനം ഇത്തവണയും വികസന തുടർച്ചയ്ക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഒപ്പമാണെന്ന് സർവേ അടിവരയിടുന്നു. ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും LDF നിലനിർത്തുമെന്ന പ്രവചനം കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചന കൂടിയാണ്. 9 മുതൽ 12 വരെ സീറ്റുകളിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷമായ UDFന് ജില്ലയിൽ ശക്തമായ വേരോട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന പരാജയ ഭീതിയാണ് പുറത്തുവരുന്നത്. ചാലക്കുടി പോലുള്ള ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രം UDF സ്വാധീനം നിലനിർത്തുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തകർച്ചയെയാണ് കാണിക്കുന്നത്. ജില്ലയുടെ ഹൃദയമായ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഇത്തവണ ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകം അരങ്ങേറാൻ പോകുന്നത്. സർവേ പ്രകാരം ഇവിടെ ഒരു ഫോട്ടോ ഫിനിഷ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അത്ര വാശിയേറിയ പോരാട്ടമായിരിക്കും ഇവിടെ നടക്കുക. നഗര വോട്ടർമാരുടെ രാഷ്ട്രീയ ചായ്വ് ഏത് ഭാഗത്തേക്കും തിരിയാമെന്നിരിക്കെ ഓരോ മുന്നണിയും അതീവ ജാഗ്രതയോടെയാണ് കരുനീക്കങ്ങൾ നടത്തുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ BJPയുടെ വോട്ട് വിഹിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇടത് വലത് മുന്നണികളുടെ ജയപരാജയങ്ങളെ നേരിട്ട് ബാധിക്കും. എന്നാൽ തൃശൂർ നഗരത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ചേലക്കര മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടകളായി തന്നെ നിലനിൽക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. കുന്നംകുളം, ഗുരുവായൂർ, വടക്കാഞ്ചേരി തുടങ്ങിയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. ഒല്ലൂരിലും പുതുക്കാടും ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾ അങ്ങേയറ്റം സജീവമാണ്. നാട്ടിക, കയ്പമംഗലം മണ്ഡലങ്ങളിലെ തീരദേശ വോട്ടർമാരും മണലൂർ, ഇരിങ്ങാലിക്കുട ഭാഗങ്ങളിലെ കർഷക തൊഴിലാളി വോട്ടുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടതായാണ് സർവേ നിരീക്ഷിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ UDFന് വലിയ അട്ടിമറികളൊന്നും തന്നെ നടത്താൻ സാധിക്കില്ലെന്ന് നിലവിലെ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം മണലൂർ മണ്ഡലമാണ്. മുൻപ് UDFന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ അവസാന ലാപ്പിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് തന്റെ ലളിതമായ പെരുമാറ്റവും മുൻപ് മന്ത്രി എന്ന നിലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളും മുൻനിർത്തി വോട്ടർമാരുടെ വലിയ പിന്തുണ ആർജിച്ചിരിക്കുന്നു. മണ്ഡലത്തിലെ ഓരോ വീടുകളിലും രവീന്ദ്രനാഥിന്റെ വ്യക്തിപ്രഭാവം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിന് വിപരീതമായി UDF സ്ഥാനാർത്ഥി TN പ്രതാപന് മണ്ഡലത്തിൽ നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളികളാണ്. തുടക്കത്തിലുണ്ടായിരുന്ന മേൽക്കോയ്മ നിലനിർത്താൻ പ്രതാപന് സാധിക്കാതെ വരികയും അദ്ദേഹം വോട്ടർമാരുടെ ഇടയിൽ പിന്തള്ളപ്പെടുകയും ചെയ്തു എന്നാണ് സർവേ റിപ്പോർട്ട് ചെയ്യുന്നത്. മണലൂരിൽ BJPക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ജില്ലയിൽ തങ്ങളുടെ A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന ഇവിടെ വോട്ട് വിഹിതം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിക്കുമെന്ന് സർവേ പറയുന്നു. എന്നാൽ BJP പിടിക്കുന്ന ഈ വോട്ടുകൾ UDFന്റെ വിജയ സാധ്യതകളെയാണ് ഇല്ലാതാക്കുന്നത്. BJPയുടെ വളർച്ച കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു എന്ന രീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭരണ നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും തൃശൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ചും കിറ്റും ക്ഷേമ പെൻഷനും ആരോഗ്യരംഗത്തെ മാറ്റങ്ങളും സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും എടുത്തു പറയുന്നു. ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് വ്യക്തമായ ഒരു അജണ്ടയോ പദ്ധതിയോ ഉയർത്തിക്കാട്ടാൻ കഴിയാത്തത് അവരെ പിന്നോട്ടടിക്കുന്നുണ്ട്. ചാലക്കുടിയിൽ മാത്രം UDFന് ലഭിക്കുന്ന മുൻതൂക്കം അവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ കാരണങ്ങളാലാണ്. എന്നിരുന്നാലും ജില്ലയിലെ മൊത്തത്തിലുള്ള ചിത്രം എടുത്താൽ UDF പ്രതിരോധത്തിലാണെന്ന് വ്യക്തമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രചാരണങ്ങൾ എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നത് പ്രധാനമാണ്. എങ്കിലും ട്രെൻഡ്സ് കേരളയുടെ ഈ സർവേ പ്രകാരം തൃശൂരിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നൽകാൻ പോകുന്ന ഒരു തരംഗവും നിലവിൽ കാണാനില്ല. വോട്ടർമാരുടെ നിശബ്ദമായ പിന്തുണ ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും മണലൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാണെന്നും സർവേ ആവർത്തിക്കുന്നുണ്ട്. തൃശൂരിന്റെ സാംസ്കാരിക മണ്ണിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാർ വികസനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി കൈകോർക്കുന്ന കാഴ്ചയായിരിക്കും വോട്ടെണ്ണൽ ദിവസം കാണാൻ സാധിക്കുക. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിനപ്പുറം വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ദിശാസൂചിക കൂടിയായി മാറും.